ആരൊക്കെ അനുമോളെ പറ്റിയിട്ടുള്ള കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അനുമോളെ ഗെയിമിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അനുമോളെ റിയാലിറ്റി കാണിക്കാൻ ശ്രമിക്കുന്നു, ഓരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുള്ളൂ. പക്ഷെ ആരൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, അനുമോളെ കൂടെ നിന്നിട്ടുണ്ടോ, അവരൊക്കെ ഇപ്പം ഭയങ്കര പോസിറ്റീവാണ്. എക്സാമ്പിൾ തന്നെ കാണാം, ഭയങ്കര കോൺഫിഡൻസോടാണ് പറയുന്നത് അനുമോൾ ജയിക്കും. അതും റീ എൻട്രി വന്നതിന് ശേഷമല്ല അവർ കോൺഫിഡൻസോടെ പറയുന്നത്. ഈ റീ എൻട്രിയും അനുമോളെ ജയിക്കാൻ ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. അത് ഇവരൊരു കച്ചിത്തുരുമ്പായി എടുത്തിട്ട് ലൈക്ക് റീ എൻട്രി വന്നതുകൊണ്ടാണ് അനുമോള് ജയിച്ചത് എന്നുള്ളൊരു റീസൺ ആക്കിയിട്ടുണ്ട്. അതിന്റെ മുന്നേ അനുമോളെ PR ആയിട്ടുള്ള ഈ വീഡിയോ അനുമോളെ ടോക്സിക് ആർമിയും വാട്ടർ ഇറ്റ് ഈസ് ഫാൻസും എല്ലാവരും പറയുന്നുണ്ട് അനുമോളോട് ജയിക്കാൻ. അപ്പൊ അങ്ങനെ ഒരാൾ അത്രയും കോൺഫിഡൻസോടെ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒബ്വിയസ് ആണ് ദാറ്റ് അനുമോള് ജയിക്കും. അനുമോൾ എത്ര ഡേറ്റ് ഗെയിം കളിച്ചാലും ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞത് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് മൈക്കിട്ട് ഞാൻ പറയുന്നത് ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട്, എനിക്ക് ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും. അത്രയും ദൈവവിശ്വാസിയായിട്ടുള്ള അനുമോള് ദൈവത്തിനെ പിടിച്ചു വരെ സത്യമിട്ട് ഞാൻ PR കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അനുമോള് പറഞ്ഞു ഞാൻ 50,000 രൂപ അഡ്വാൻസ് കൊടുത്ത് ഇനി 50 കൂടി കൊടുക്കാനുള്ളത്. അപ്പം ദൈവവിശ്വാസം എവിടെ, ദൈവത്തിനെ പിടിച്ച് സത്യത്തത് എവിടെ, അതൊക്കെ എവിടെ പോയി? അഞ്ജന ചോദിച്ചപ്പം പറഞ്ഞു 16 ലക്ഷത്തിന്റെ കണക്ക് എവിടെ ഒന്നും, ചിലപ്പോൾ ഞാൻ 15 ലക്ഷം എന്നായിരിക്കും പറഞ്ഞത്. അത് ഓൾറെഡി അനുമോളെ വായന്ന് വീണ് പോയി. ലൈക്ക് അനുമോൾ അവിടെ പറഞ്ഞി, അതായത് ഒരു ആണും പെണ്ണും ഇങ്ങനെ ക്ലോസ് ആയി വന്ന് നിന്നാൽ എന്താ ചെയ്യുക, കിസ് ചെയ്യുന്നത് അവിടെ അസ്യൂം ചെയ്ത്. ഇതിനെ പറ്റിയിട്ടൊന്നും അനുമോളെ ഫാൻസിനൊന്നും സംസാരിക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഇത്രയും ഫേക്ക് അലിഗേഷൻ വെച്ചിട്ട് ഒരാളെ ഡിഗ്രേഡ് ചെയ്തതിനെ പറ്റിയിട്ട് പറയാനോ ഒന്നുമില്ല. പക്ഷെ വേറെ എന്തെങ്കിലും നമ്മളൊക്കെ അനുമോളോട് ഒന്ന് വിളിച്ചാൽ ആൾക്കാർ വരും, നിനക്ക് എന്ത് തരുമോ, നിനക്ക് അവളോട് അസൂയല്ല, നീ എന്തൊരു വിഷമാണ്, നീ ഒരു കട്ടപ്പാണെന്ന് പറഞ്ഞിട്ട്. എന്താ ലൈക്ക് അനുമോള് എപ്പോഴും കരയുന്ന ഒരാളാണ്. അപ്പം ജിസയിൽ ഒരു പ്രാവശ്യം കരഞ്ഞപ്പോൾ അത് ഡ്രാമ. അപ്പൊ അനുമോൾക്ക് അറിയാം കരയുന്ന ഡ്രാമ എന്ന്. എന്നിട്ടും അനുമോള് കരയുന്നത് ഡ്രാമ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ആൾക്കാരെന്താ പറയുന്നത്, ഒരു പെണ്ണിന്റെ കണ്ണീരിന് നിങ്ങൾ ഇത്രോളം വില കൊടുക്കുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്നൊക്കെ. ഗൈസ് അനുമോൾ എന്നെ അവിടെ പറഞ്ഞു നീ കരയുന്ന അവിടെ ഡ്രാമ എന്ന്. അപ്പൊ അനുമോള് പറയുമ്പോൾ എന്താ, അനുമോക്ക് എന്താ പെണ്ണുങ്ങളെ കണ്ണീരിന് വില കൊടുക്കാനില്ലേ? അപ്പൊ അനുമോക്ക് എന്തും പറയാ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ രീതിക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. കുക്കിംഗ് അതാണ് എന്റെ ഹോബി. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ചൈനീസ് അതും അറേബ്യൻ ഫുഡാണ്. അറേബ്യൻ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്, സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഞാൻ എന്റെ പൊക്കുന്നല്ല കിട്ടി, ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. ഫ്രണ്ട്സ് കുക്ക് ചെയ്യാൻ പറ്റാത്തൊരു പെൺകൊച്ചാണ് കേട്ടോ. 100 ദിവസം നിന്നവർക്ക് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല. ഒരു മടിച്ചു പറയോ വീട്ടില്. ഓക്കെ, ഇത് അനുമോളെ പറ്റിയിട്ടുള്ള ആദ്യത്തെയും അവസാനത്തെയും ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആയിരിക്കും. ഇതിൽ ഞാൻ അനുമോൾ എന്ന പേഴ്സണെ പറ്റിയിട്ടല്ല, അനുമോൾ എന്ന ഗെയിമറെ പറ്റിയിട്ടും അനുമോൾ എന്ന അനുമോൾ കളിച്ച ഡേർട്ടി ഗെയിംസിനെ പറ്റിയിട്ടും അനുമോളെ PR ചെയ്ത ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ടും കുറേ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടും സത്യങ്ങൾ ഞാൻ കളത്തൊന്നും പറയുന്നില്ല, ഞാനുള്ള കാര്യമുള്ളൂ പറയുന്നത്. പക്ഷേ സത്യം പറയുമ്പോഴും ആൾക്കാർ ഇന്നാണ് ഹേറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഓക്കെ. അനുമോളെ ഫാൻസ് അത്രയും സ്ട്രോങ് ആണ്, അനുമോളെ PR അത്രയും സ്ട്രോങ് ആണ്. അതുകൊണ്ട് സത്യം പറയുമ്പോൾ ആയിരിക്കാലും കഴിക്കും. ലൈക്ക് ട്രൂത്ത് ഈസ് ബിറ്റർ ഈസ് ട്രൂത്തോ അങ്ങനെയൊക്കെ പറയില്ലേ, അപ്പോൾ ആ സംഭവമാണ്. എനിക്ക് ഈ വീഡിയോ ചെയ്താൽ കുറേ ഹേറ്റ് വരുന്നു, കുറേ സൈബർ അറ്റാക്ക് വരുന്നു. സംഭവം എനിക്ക് ഈ വീഡിയോ ചെയ്യാതെ മിണ്ടാതെ നിന്നിട്ട് അനുമോളെയും സപ്പോർട്ട് ചെയ്തിട്ട് അനുമോള് ട്രോഫി കിട്ടിയതിന് കയ്യോ അടിച്ച് കൺഗ്രാജുലേറ്റും ചെയ്തിട്ട് അനുമോളെ താങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് എനിക്ക് നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുകയും നിങ്ങളൊക്കെ എന്നെ തലയിൽ വെച്ച് നടക്കുകയും അനുമോളെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടക്കുകയും ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് വരുന്ന റെസ്പോൺസ്. എനിക്ക് അത്രയും ഒബ്വിയസ് ആണ്, കാരണം അതിനുള്ള റീസൺസ് ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അനുമോളെ PR ആൻഡ് അനുമോളെ എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന കുറേ ആൾക്കാരോട് എനിക്കൊരു കാര്യമുള്ളൂ പറയാനുള്ളത്. നിങ്ങൾ എത്ര സൈബർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്യുകയാണെങ്കിലും ഞാൻ സത്യമാണ് പറയുന്നത്, ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ വിളിച്ച് പറയാൻ നോക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എത്ര സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും വരാണെങ്കിൽ ന്യായത്തിൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്, അല്ലാതെ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കി അനുമോളെ പോലത്തെ ഡേർട്ടി ഗെയിം കളിച്ചിട്ടില്ല. സോ അതുകൊണ്ട് എനിക്കൊരു മടിയില്ല സത്യം പറയുന്നതിലും നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നതിലും. ഐ ഡോണ്ട് കെയർ, യു ഗൈസ് ക്യാൻ ഡൂ ഇറ്റ്. ഇനിയും ചെയ്തോ, ഞാൻ ഡിസേർവ് ആണെങ്കിൽ ഡിസേർവിങ് അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ചെയ്തോ ആ കാര്യങ്ങളൊക്കെ. കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അനുമോള് കപ്പ് കിട്ടി, അപ്പം ആ സമയത്ത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, കൈ അടിച്ചിട്ടുണ്ട്, ഓക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം
ഒന്നില്ലെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, ഒരാൾ ജയിച്ച്, നമ്മൾ അസൂയ വെച്ചിട്ടോ കുശുമ്പ് വെച്ചിട്ടോ നടന്നിട്ടോ കാര്യമില്ല. ഓക്കെ, പക്ഷെ അത് ആ സമയത്ത് ഞാൻ മുഖം വീർപ്പിച്ച് ഇവർക്കൊന്നും കിട്ടുന്നതിലേക്ക് ഇതില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ എനിക്ക് അവളോട് അസൂയ, അല്ലെങ്കിൽ അനുമോളോട് അസൂയാണ്, അല്ലെങ്കിൽ അനുമോൾ എന്ന വ്യക്തിനോട് അസൂയ എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ വെൻ ഐ ട്രൈ ടു എക്സ്പോസ് ഹർ ടോക്സിക് ആർമി ആൻഡ് ടോക്സിക് PR ആൻഡ് എവറിത്തിങ്, എല്ലാവരും ടോക്സിക് ആണെന്നല്ല പറയുന്നത്. അനുമോക്ക് കുറേ നല്ല ഫാൻസും നല്ല ഓഡിയൻസും ഉണ്ട്, നല്ല ഓർഗാനിക് ഓഡിയൻസും ഉണ്ട് അനുമോക്ക്. പക്ഷേ ഈ ഓർഗാനിക് ഓഡിയൻസിന് മനസ്സിലാവുന്നില്ല, ഈ ടോക്സിക് ഫാൻസിനെയും ടോക്സിക് PRനെയും മനസ്സിലാവുന്നില്ല. അപ്പം അനുമോളെ ഓർഗാനിക് ഓഡിയൻസിന് ദേഷ്യം വരുന്നുണ്ട് PR എന്ന് പറയുന്ന സമയത്ത്, വിച്ച് ഈസ് വെരി ഒബ്വിയസ്. കാരണം ഇപ്പം അനുമോക്ക് 10K ഫോളോവേഴ്സ് ആണുള്ളതെന്ന് വിചാരിക്കുക, 10K വോട്ട്സ് ആണുള്ളതെന്ന് വിചാരിക്കുക ഫ്രം ഓർഗാനിക് ഓഡിയൻസ്. അനീഷേട്ടന് 15K മറ്റേ വോട്ട്സ് ആണുള്ളതെന്ന് വിചാരിക്കുക ഫ്രം ഓർഗാനിക് ഓഡിയൻസ്. അപ്പോൾ അനീഷേട്ടന് 15K ആവുമ്പം അനുമോളെ PR എന്താക്കും, അതിൽക്കൊരു 10Kയും കൂടി വോട്ട് കൊടുക്കും. വോട്ട് മറിക്കുന്ന കാര്യങ്ങളൊക്കെ അനുമോളെ സ്വന്തം PR ആയിട്ടുള്ള വിനു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വോട്ട് മറിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വലിയ അറിവുള്ള വിനു ആണെങ്കിൽ അനുമോക്ക് എന്തായാലും വോട്ട് മറിച്ചിട്ടുണ്ടാവല്ലോ, അത് വെരി ഒബ്വിയസ് ആണ്. അപ്പം അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ 10K അനുമോളെ വോട്ട് ചെയ്ത ആൾക്കാർക്ക് വിഷമവും ഇതൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഓർഗാനിക്കായി വോട്ട് ചെയ്തത് നമ്മളെ അവർ PR എന്ന് വിളിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ബാക്കി 10K ഒരാളെ ഓർഗാനിക്കായി വരാത്ത ഈ 10K വോട്ടിനെ പറ്റിയിട്ട് ആരും അറിയുന്നില്ല. അതാണ് ഞാൻ പറയാനും കൺവേ ചെയ്യാനും ശ്രമിക്കുന്ന ഒരു കാര്യം. പറഞ്ഞിട്ട് 1000 വോട്ട് ബൾക്കായിട്ട് ചെയ്യിപ്പിക്കുക. കാരണം അവർക്ക് കുറച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 1000 വോട്ടോ 2000 വോട്ടോ അത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അതൊരു വർക്കാണ് ആക്ച്വലി. അത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ നമുക്ക് 2000-3000 വോട്ടൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറച്ച് കമ്പനീസ് ഉണ്ട് അങ്ങനത്തെ. അപ്പോൾ അതല്ല, അതിന്റെ മുകളിൽ നമുക്ക് ലക്ഷക്കണക്കിന് വോട്ടുകളും ക്യാൻവാസ് ചെയ്യാനും ഒരാളെ പിടിച്ച് പുറത്താക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഏജൻസീസിന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം, അനുമോള് ആ വീട്ടിൽ പറയുന്നതേ കുറേ കള്ളത്തരങ്ങളാണ്. അതും എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, ഞാൻ ഒന്നും തെളിവില്ലാതെ ഞാൻ ഇരിക്കല്ല. പറയുന്നത് കള്ളത്തരാണ്. അപ്പം മൂപ്പർ ഓൾറെഡി എക്സ്പോസ് ചെയ്യുന്നുണ്ട്, ഈ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതും വോട്ട് മറിക്കുന്നതിനെയൊക്കെ പറ്റിയിട്ട് ഓൾറെഡി പറയുന്നുണ്ട്. എന്നിട്ട് പോലും ആൾക്കാർ അത് മൈൻഡ് ആക്കുന്നില്ല, അതൊന്നും കാണൂല. അതൊക്കെ ആ സമയത്തൊന്നും അനുമോളെ PR അല്ലെങ്കിൽ അനുമോളെ ഫാൻസോ അതിനൊന്നും ഒരു കമൻറ്റും ഉണ്ടാവില്ല. അവരൊക്കെ ആ സമയത്ത് ലൈക്ക് സത്യങ്ങൾ റിവീൽ ചെയ്യുമ്പോൾ അവർ സൈലൻ്റ് ആവും. പക്ഷെ ആരെങ്കിലും സത്യങ്ങൾ റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ അറ്റാക്ക് ചെയ്യാൻ പോകും. എസ്പെഷ്യലി എനിക്ക് കൂടുതൽ അറ്റാക്ക് കിട്ടുന്ന ഞാൻ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റും കൂടിയായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനൊരു കണ്ടസ്റ്റൻ്റ് അല്ല ഓഡിയൻസ് ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും വ്യക്തമായിട്ടും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും സംസാരിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ എനിക്ക് എൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിലും അനുമോള് നമ്മളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, അതിനുള്ള റെസ്പെക്റ്റ് നമ്മൾ എന്തായാലും കൊടുക്കണം. ആ ഒരു ലിമിറ്റേഷനിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എങ്കിൽ പോലും സത്യങ്ങൾ എന്തായാലും ഞാൻ പറയും, അതൊരു ലിമിറ്റേഷനില്ല, ഒരു ഇതുമില്ല. അറ്റ്ലീസ്റ്റ് ഇത് ആൾക്കാർ കാണണം. കാരണം ഇങ്ങനത്തെ വീഡിയോസൊക്കെ റീൽസിലായിട്ട് വരുന്ന സമയത്ത് അതിനുള്ള വ്യൂസ് റീച്ച് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. പക്ഷെ നേരെ മറിച്ച് അനുമോളെ വെളുപ്പിക്കുന്ന റീൽസിനൊക്കെ ഭയങ്കര വ്യൂസും ഭയങ്കര റീച്ചുമാണ്. അത് നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇങ്ങനെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ അല്ലെങ്കിൽ വോട്ട് മറയ്ക്കാൻ അറിയുന്ന ഒരാളാണ് അനുമോളെ PR ആയിട്ടുള്ള വിനു. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഭയങ്കര കോൺഫിഡൻസോടാണ് പറയുന്നത് അനുമോള് ജയിക്കും. അതും റീഎൻട്രി വന്നതിന് ശേഷമല്ല അവർ കോൺഫിഡൻസോടെ പറയുന്നത്. ഈ റീഎൻട്രിയും അനുമോളെ ജയിക്കാൻ ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. അത് ഇവരൊരു കച്ചിത്തുരുമ്പായി എടുത്തിട്ട് ലൈക്ക് റീഎൻട്രി വന്നതുകൊണ്ടാണ് അനുമോള് ജയിച്ചത് എന്നുള്ളൊരു റീസൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുന്നേ അനുമോളെ PR ആയിട്ടുള്ള ഈ വിനു, അനുമോളെ ടോക്സിക് ആർമിയും വാട്ടെവർ ഇറ്റ് ഈസ് ഫാൻസും എല്ലാവരും പറയുന്നുണ്ട് അനുമോളേ ഉള്ളൂ ജയിക്കാൻ. അപ്പം അങ്ങനെ ഒരാൾ അത്രയും കോൺഫിഡൻസോടെ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒബ്വിയസ് ആണ് ദാറ്റ് അനുമോള് ജയിക്കും. അനുമോൾ എത്ര ഡേറ്റ് ഗെയിം കളിച്ചാലും ഒരു കുഴപ്പമില്ല, അനുമോള് കണ്ടന്റ് തരുന്നുണ്ട്. അപ്പം അത്ര ഡേർട്ടി എന്ത് കണ്ടന്റ് ആയാലും കുഴപ്പമില്ല, കണ്ടന്റാണ്, റീച്ചാണ്. ആ റീച്ച് വെച്ചിട്ട് അവർ വെളുപ്പിച്ചിട്ട് അനുമോക്ക് വോട്ട് വാങ്ങിയും കൊടുക്കും, മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ടും ചെയ്യിപ്പിക്കും. അതുകൂടാതെ അനുമോക്ക് ഓൾറെഡി ഓർഗാനിക് ഓഡിയൻസും ഉണ്ട്. അതുകൂടാതെ ഇവർ വോട്ട് മറിക്കും ചെയ്യുന്നുള്ള
വ്യക്തമായ ധാരണ ഈ വിനുവിന് ഉണ്ട്. ആൻഡ് ആ ഒരു റീസൺ കൊണ്ടാണ് അനുമോൾക്ക് വോട്ട് കൂടിയിട്ട് ജയിച്ചത്. അത് ഞാൻ ഇപ്പോഴും പറയും സത്യം. കാരണം നമുക്ക് ഇപ്രാവശ്യം നഷ്ടമായത് കുറേ ആൾക്കാർക്ക് ഇപ്പം അനുമോൾ ജയിച്ചതിൽ സന്തോഷമുള്ള ആൾക്കാരുണ്ടാകും. പക്ഷെ ഞാൻ ഒബ്വിയസ്ലി പറയാണ്, നമുക്ക് ഇപ്പോൾ ഒരു ഡിസേർവിങ് ആയിട്ടുള്ള ഈ സീസണിലും കഴിഞ്ഞ സീസണിലും ഡിസേർവിങ് ആയിട്ടുള്ളൊരു വിന്നറിനാണ് കപ്പ് കിട്ടാതെ പോയത്. ഇനി അടുത്ത ബിഗ് ബോസിലെങ്കിലും ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ ജയിക്കണമെന്ന് ഞാൻ മനസ്സ് തട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം കാരണം ഈ PR കാരണം ഈ ബിഗ് ബോസ് എന്ന ഗെയിം ഷോ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ നശിക്കല്ല, ദേ ആർ ഗെറ്റിംഗ് ദെയർ എന്താ പറയുക ഹൈപ്പ് ആൻഡ് എവറിത്തിങ്. ബിഗ് ബോസ് ഓരോ സീസൺ കൂടുമ്പോഴും ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ PR എന്നുകൊണ്ടൊരു റീസൺ കാരണം ഒരുപാട് കണ്ടസ്റ്റൻസിൻ്റെ ജീവിതം നശിക്കുന്നുണ്ട്, കുറേ നെഗറ്റീവ് വരുന്നുണ്ട്. ഈ PR-ൻ്റെ അറ്റാക്ക് ഇല്ലാതെ അവർ കളിക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ഡേർട്ടി ആയിട്ട് കളിക്കുന്ന ആൾക്ക് ഡേർട്ടി ആയിട്ട് സംസാരിക്കുകയും ഒരാളെ ലൈഫ് വെച്ച് പറയും, ഒരാളെ ഫേക്ക് അലിഗേഷൻസ് വെച്ച് തളർത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും അക്സെപ്റ്റൻസും സത്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അവരെ ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ കാരണം കുറേ ആൾക്കാർ ഭയങ്കര സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട്. ഇപ്പം എനിക്കും വരുന്നുണ്ട്, പക്ഷെ ഞാൻ അത് കെയർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിച്ചത്. അടുത്തത് 50,000 രൂപയൊക്കെ ആരെങ്കിലും വാങ്ങിച്ച് പണിയെടുക്കും. 50,000 രൂപയുടെ PR ചെയ്തവர்கள் വിജയിക്കോ? അങ്ങനെയല്ല, 50,000 അഡ്വാൻസ് വാങ്ങിയതും ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ തരുമെന്നാണ്. ഞാൻ നിങ്ങൾ മീഡിയാസ് ആണ്, നിങ്ങൾക്കൊരു വർക്ക് തരുന്നു, 16 ലക്ഷം വർക്ക് തരുന്നു, ഞാൻ വരാൻ തരുന്നുള്ളൂ, ബാക്കി 100 സൈഡ് തരാൻ സമ്മതിക്കും. ഇത് തന്നെയാണ് ബേസിക്കലി. ഇതെല്ലാം ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഓക്കെ, ആൾ തന്നെ സത്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, പക്ഷെ ആൾക്കാരതൊന്നും ബോധർ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം പറഞ്ഞ് 50,000 റുപ്യക്ക് PR ചെയ്താൽ ആരെങ്കിലും ജയിക്കുമെന്ന് ശൈത്യ തന്നെ പറയുന്നുണ്ട്. ശൈത്യ 1.5 ലക്ഷം കൊടുത്തിട്ട് ഓൾ അവിടെ 35 ഡേയ്സാണ് നിന്നത്. അപ്പോൾ അനുമോൾ അവിടെ 100. ഒബ്വിയസ്ലി അനുമോൾ ചീപ്പായിട്ട് കളിക്കുകയാണെങ്കിൽ എന്തായാലും അനുമോൾ ഇഷ്ടംപോലെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ആ ഷോൻ്റെ TRPയിൽ അനുമോൾക്ക് നല്ലൊരു TRP കൂടാൻ വേണ്ടിയിട്ട് അനുമോൾ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ഹർ ഡേറ്റി ഗെയിം ആൻഡ് മറ്റേ ഒറ്റക്ക് ഇരിക്കുന്ന സ്ട്രാറ്റജി, പിന്നെ കുറേ സിമ്പതി, കുറേ കരച്ചിൽ, ഇതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറേ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതും കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ആയിട്ട് തന്നെ ഉണ്ട്. സോ ഹീ ഈസ് ബേസിക്കലി സെയിങ് ദാറ്റ് 50,000 റുപ്യ PR തന്നാൽ നമുക്കൊരാളെ ജയിപ്പിക്കാൻ പറ്റുമോ, അത് അത് ആ ഒരു എമൗണ്ട് എന്തർത്ഥമാണല്ലോ, ആ രീതിക്കാണ് സംസാരിക്കുന്നത്. സോ ശൈത്യൻ്റെ അടുത്തൊന്നും 35 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ 100 ഡേയ്സ് നിന്ന് കപ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് പിന്നെ എത്ര എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടാവും? അല്ലാതെ ഇതൊക്കെ സ്നേഹത്തിൻ്റെ പുറത്താണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പറയുക, ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസ് തിക്ക് ഫ്രണ്ട്സ്. ഐ ഡോണ്ട് തിങ്ക്സ് ഇത്രയും തിക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെടുന്നു. ഡെഫിനറ്റ്ലി ഇതൊക്കെ പൈസ വെച്ചിട്ടുള്ള കളി തന്നെയാണ്. പിന്നെ ഇവരെ ഭാഗത്തുനിന്ന് തന്നെ കുറേ കള്ളത്തരങ്ങൾ വരുന്നുണ്ട്. കള്ളത്തരം നമ്പർ 1 ഞാൻ കാണിച്ചു തരാം. വിനു അനുമോളെ PR ആണെന്ന് ഇപ്പം നമുക്ക് ആൾക്കാർക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ മുന്നേ വിനു പറഞ്ഞത് എന്താ? ഞാൻ അനുമോളുടെ PR അല്ല. ഓക്കെ, പക്ഷേ ഇതിൽ ഞാൻ ഇത് കാണുന്ന പബ്ലിക്കിന് ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കാം. ഓക്കെ, ഞാൻ ചെയ്യുന്ന വർക്കിന്റെ പേരാണ് ORM. സോ അതിന് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. അപ്പോൾ ഈ വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ PR വർക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് എല്ലാവരും വിളിക്കുന്നത്. കാരണം മുമ്പത്തെ സീസണിലെ ആൾക്കാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് PR വർക്ക് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, PR വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കാശ് വേണം. അനുമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. അത് ഞാൻ വേണമെങ്കിൽ അനുമോളുടെ ഫാമിലി അനുമോളുടെ കഴിഞ്ഞ 1 കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ തരാൻ റെഡിയാണ്. കാരണം അനുമോൾക്ക് ആ ഒരു സാമ്പത്തിക ശേഷി PR ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് PR ആവശ്യമില്ല, അതിന് സ്റ്റാർട്ടപ്പ് കേട്ടോ. PR ആവശ്യമില്ല, എന്തായാലും മെമ്പേഴ്സ് നിൽക്കും. അതിനുള്ള ഫാൻ ബേസ് എല്ലാം ഉണ്ട്. പിന്നെ അനുമോൾക്ക് ഇപ്പോൾ കാണുന്ന ആർമി പേജ് അതെല്ലാം ഈ സ്റ്റാർ മാജിക് ടൈമിൽ തൊട്ടേ ഉണ്ട് അനുമോൾക്ക്. അപ്പൊ അനുമോൾക്ക് അങ്ങനെ കാശ് മുടക്കിയുള്ള ഒരു PR വർക്കിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അതിന് ശേഷം അനുമോള് പറഞ്ഞതാണ്, 100 ദിവസം നിന്നവർക്ക് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല. അല്ല അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. വെയിറ്റ്, ഞാൻ PR-നെ പറ്റിയിട്ടല്ലേ. ഓക്കെ, PR-ന് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. PR ചെയ്തിട്ടില്ല, PR ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അനുമോളാണ് PR-ന് വേണ്ടിയിട്ട് 1 ലക്ഷം സ്പെൻഡ് ചെയ്ത് എന്ന് അനുമോളെ വായനനെ വീഴുന്നത് കേട്ടോ. അതും നിങ്ങൾ കാണണം കേട്ടോ. ഓക്കെ, നിങ്ങൾ തെളിവ് വേണം അനുമോള് PR ചെയ്ത തെളിവ് വേണം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. സോ അത് ഞാൻ കാണിച്ചതാണ്. എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം.
ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. 50,000 കൊടുത്തു, 50,000 ബാക്കിയുള്ളതാണ് അനുമോൾ പറഞ്ഞത്. കള്ളം പറഞ്ഞു പോകുന്നതിന് മുമ്പ് 1 ലക്ഷം ബാക്കി കൊടുക്കണം. ഇല്ല ഒരിക്കലും. കാരണം ഞാൻ പിശിക്കുകയാണ്. 16 ലക്ഷം ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ ഈ ബാക്കി 14 ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങും. PR ഉണ്ട്, അതിനിപ്പോ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല. ഈ പെയ്ഡ് PR വർക്ക് ഒന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. PR ഉണ്ട്. 1 ലക്ഷം. നിങ്ങളിതൊന്നും കാണുന്നില്ല, നിങ്ങളെന്താ ഇതിനൊന്നും ഒരു റിപ്ലൈ തരാത്ത? പ്ലീസ്, ഐ എം ആസ്കിങ് ടു അനുമോളെ ഫാൻസ് ആൻഡ് PR ചെയ്യുന്ന ആൾക്കാര്, നിങ്ങൾക്ക് ഇതിനെന്താ ഒരു റിപ്ലൈ ഇല്ലേ? അനുമോള് പറയുന്നത്, ഫസ്റ്റ് അനുമോള് പറഞ്ഞത് എന്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോഴും ഇവിടെ നിന്നോട് പറയാണ് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയണേ. ഇപ്പോഴും ഞാൻ പറയണേ, മൈക്ക് ഇട്ടിട്ട് ഞാൻ പറയണേ ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട്, എനിക്ക് നിനക്കറിയാം ഞാൻ ദൈവത്തെ അല്ലാണ്ട് വിശ്വസിക്കുന്ന അതെ. അപ്പൊ ആ ദൈവം കൊണ്ട് ഞാൻ സത്യത്തിൽ പറയണേ ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തില്ല. ഓക്കെ, അത്രയും ദൈവവിശ്വാസിയായിട്ടുള്ള അനുമോള് ദൈവത്തിനെ പിടിച്ചു വരെ സത്യം ഇട്ട് ഞാൻ PR കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് ശേഷം ലാലേട്ടൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അനുമോളോട്, PR ഉണ്ടോ ചോദിച്ചിട്ട്. അതെവിടെ? വെയിറ്റ് ഓക്കെ, അത് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല. ലാലേട്ടൻ ചോദിച്ചപ്പോഴും അനുമോൾ പറഞ്ഞത് ഇല്ല, എനിക്ക് PR ഇല്ല എന്നാണ്. പിന്നെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അനുമോൾ പറഞ്ഞ് ഞാൻ 50,000 റുപ്യ അഡ്വാൻസ് കൊടുത്ത് ഇനി 50 കൂടി അവൾ കൊടുക്കാനുള്ളത്. അപ്പം ദൈവവിശ്വാസം എവിടെ? ദൈവത്തിനെ പിടിച്ച് സത്യത്തത് എവിടെ? അതൊക്കെ എവിടെ പോയി? സോ ലൈക്ക് ഇങ്ങനെ കള്ളത്തരം പറയുന്ന ഒരാളാണ് അനുമോൾ. പക്ഷെ അതൊന്നും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ആൾക്കാർക്ക് എന്തിനാ അതൊക്കെ മനസ്സിലാക്കുന്നത്? അനുമോൾ ജയിച്ച അനുമോൾ കപ്പ് തൂക്കി, ഇനി ആരും അനുമോളെ പറ്റി വീഡിയോ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ അനുമോളെ ആണ് ഹേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അനുമോളെ ഈ ഇങ്ങനെ വെളുപ്പിച്ചില്ലാതാക്കുന്ന ഈ ഡേർട്ടി PR ആൻഡ് എവ്രിത്തിങ്ങിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. സോ ഫസ്റ്റ് പറഞ്ഞു ദൈവമാണ് സത്യം, ഞാൻ PR കൊടുത്തിട്ടില്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന്. പിന്നെ പറഞ്ഞു ഞാൻ 50,000 കൊടുത്തിട്ടുണ്ട്, 50,000 ഇനിയും കൊടുക്കും, പിന്നെ ഞാൻ പൈസ കൊടുക്കൂലെന്ന്. പിന്നെ അഞ്ജന ചോദിച്ചപ്പം പറഞ്ഞ് 16 ലക്ഷത്തിൻ്റെ കണക്ക് എവിടെ ഒന്നും, ചിലപ്പോൾ ഞാൻ 15 ലക്ഷം എന്നായിരിക്കും പറഞ്ഞതെന്ന്. അത് ഓൾറെഡി അനുമോളെ വായന്ന് വീണ് പോയി. പിന്നെ അതിനുശേഷം എയർപോർട്ടിൽ നിന്നും ഈ വിനുചേട്ടൻ എന്ന് പറഞ്ഞ ആള് കാണിച്ചു തന്നു, ഇത് എനിക്ക് ആകെ 11,111 ഉറുപ്പ്യാണ് അനുമോൾ അയച്ചു തന്നതെന്ന്. ഇതിൽ ശരിക്കും പിന്നെ ഇതിൻ്റെ മുന്നേ വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാ അനുമോളെ ചാറ്റ് ഇതാണ്, അനുമോളെ എനിക്ക് PR ഒന്നും തന്നിട്ടില്ല, അതിൻ്റെ തെളിവ് ഇതാണ്, അനുമോളെ കയ്യിൽ പൈസ ഇല്ല, സാമ്പത്തിക ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് PR തന്നിട്ടില്ല എന്ന് ഇതിൻ്റെ മുന്നേ വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിയാലിറ്റി ചെക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, നിങ്ങൾ അനുമോളെ ഫാൻസും PR എല്ലാം അല്ലേ, സോ അത് പറ. അപ്പം ഇങ്ങനെ PR കൊടുക്കുന്നുണ്ട് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ലൈക്ക് അക്സെപ്റ്റ് ചെയ്യുക, PR ചെയ്തിട്ടുണ്ട്, എത്ര ഉറുപ്പ്യക്കാണ് ചെയ്തതെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ അച്ഛൻ പറയുന്നത് PR ഇല്ലാന്ന്, അനുമോൾ ഫസ്റ്റ് പറഞ്ഞ് PR ഉണ്ടെന്ന്, പിന്നെ പറയുന്നത് 50,000 റുപ്യ അഡ്വാൻസ് കൊടുത്ത് ഇനി 50,000 റുപ്യ കൊടുക്കാനുള്ളൂ എന്ന്, പിന്നെ പറയുന്നത് 11,111 ഉറുപ്പ്യാണ് തന്നതെന്ന്, വേറെ തരൂലെന്നും, പിന്നെ വിനു പറയുന്നത് ഇനി 14 ലക്ഷമാണ് തരാനുള്ളതെന്നൊക്കെ. വാട്ട് ഈസ് ദിസ് ഗൈസ്? ശരിക്കും ഏതാ വിശ്വസിക്കേണ്ടത്? ഇങ്ങനെ വാഴ്ത്ത കള്ളത്തം തന്നെ അവർ പറയുന്നത്. ഞാൻ അനുമോളെ കുറച്ച് ഫേക്ക് അലിഗേഷൻസ് കാണിച്ചു തരാം. പിറ്റേ ദിവസമാണ് ഞാൻ ശരിക്കും കണ്ടത്. വേറെ സെക്ഷലി അതൊന്നുമല്ല ഞാൻ കണ്ടത്. പിന്നെ എന്താ കണ്ടേ? ഒരു പെണ്ണ് ചെക്കൻ അടുത്ത് വന്ന് ഇന്ന് എന്താണ് ചെയ്യുന്നത്? ഉമ്മ കൊടുക്കും, കിസ് ചെയ്യും. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നോ? ലൈക്ക് അനുമോൾ അവിടെ പറഞ്ഞ്, അതായത് ഒരു ആണും പെണ്ണും ഇങ്ങനെ ക്ലോസ് ആയി വന്ന് നിന്നാൽ എന്താ ചെയ്യുക? കിസ് ചെയ്യുന്നത് അവിടെ അസ്യൂം ചെയ്ത് ഉണ്ടോ ഇല്ലേ, കണ്ടിട്ടുണ്ടോ ഒന്നും അറിയില്ല, പക്ഷെ അത് അസ്യൂം ചെയ്ത് ഇങ്ങനെ ക്ലോസ് ആയി കിടന്നാൽ എന്ത് ചെയ്യും? അവർ കിസ് ചെയ്യും. ഗൈസ്, ഇങ്ങനെയൊക്കെ എങ്ങനെ ഇത്ര ധൈര്യത്തോടെ പറയാൻ പറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. എന്നിട്ട് ഇതിനെ പറ്റിയിട്ടൊന്നും അനുമോളെ ഫാൻസിനൊന്നും സംസാരിക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഇത്രയും ഫേക്ക് അലിഗേഷൻ വെച്ചിട്ട് ഒരാളെ ഡിഗ്രേഡ് ചെയ്തതിനെ പറ്റിയിട്ട് പറയാനോ ഒന്നുമില്ല. പക്ഷെ വേറെ എന്തെങ്കിലും നമ്മളേറ്റവും അനുമോളോട് ഒന്ന് വിളിച്ചാൽ ആൾക്കാർ വരും, നിനക്ക് എന്ത് ധൈര്യമോ, നിനക്ക് അവളോട് അസൂയല്ലേ, നീ എന്തൊരു വിഷമാണ്, നീ ഒരു കട്ടപ്പാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സമ്മതിച്ച് ഞാൻ അടുത്തത് അത് ഡ്രാമയാണെന്ന് എനിക്കറിയാം. ഇയാൾ കഴിയുന്നത് ഡ്രാമയെന്ന് എനിക്കറിയാം. ഞാൻ ഒരു ദിവസം ഗൈസ് എന്താ ലൈക്ക് അനുമോള്
എപ്പോഴും കരയുന്ന ഒരാളാണ്. അപ്പം ജിസയിൽ ഒരു പ്രാവശ്യം കരഞ്ഞപ്പോൾ അത് ഡ്രാമ. അപ്പം അനുമോൾക്ക് അറിയാം കരയുന്നത് ഡ്രാമ എന്ന്. എന്നിട്ടും അനുമോള് കരയുന്നത് ഡ്രാമ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ആൾക്കാരെന്താ പറയുന്നത്, ഒരു പെണ്ണിൻ്റെ കണ്ണീരിന് നിങ്ങൾ ഇത്രോളം വില കൊടുക്കുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്നൊക്കെ. ഗൈസ് അനുമോൾ തന്നെ അവിടെ പറഞ്ഞു നീ കരയുന്ന അവിടെ ഡ്രാമ എന്ന്. അപ്പം അനുമോൾ പറയുമ്പോൾ എന്താ, അനുമോൾക്ക് എന്താ പെണ്ണുങ്ങളെ കണ്ണീരിന് വില കൊടുക്കാനില്ലേ? അപ്പം അനുമോക്ക് എന്തും പറയാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ രീതിക്കാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? പിന്നെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം, ഇത് ഭയങ്കര ചീപ്പാണെന്നറിയാം. എനിക്ക് അഭിചേട്ടനെ ഇത്ര ബാഡ് ആക്കണമെന്നില്ല, പക്ഷെ അത്രയും ഫേക്ക് അലിഗേഷൻ അല്ല, ഫേക്ക് അല്ല, കാര്യങ്ങൾ വളച്ച് തിരിച്ച് ഒടിച്ച് പറഞ്ഞ ഒരു അനുമോളെ ഒരു പ്രവൃത്തി തന്നെ ഞാൻ കാണിച്ചു തരാം. ലൈക്ക് അനുമോള് ചെയ്താൽ കുഴപ്പമില്ല, ബാക്കിയുള്ളവർ ചെയ്താൽ പ്രശ്നം. ആ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതായത് ബിൻസി ശരത്തേട്ടന് പോകാൻ നേരത്ത് ഇവിടെ ഒരു കിസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അനുമോള് ഭയങ്കര പ്രശ്നമാക്കിനു. ഒരു ഭാര്യയുള്ള ആളല്ലേ, ലൈക്ക് നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ, അനുമോള് പ്രശ്നമാക്കി. ഒരു ഭാര്യയുള്ള ഒരു മനുഷ്യനല്ലേ മൂപ്പര് ഒരു ഉമ്മ കൊടുത്തു ഇവിടെ, അതൊക്കെ എന്ത് ചീപ്പ്, കുറച്ച് ഓവർ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ അനുമോള് റീ എൻട്രി വന്നതിന് ശേഷം പോവാൻ നേരത്ത് അഭിലാഷേട്ടന് കൊടുത്തതാണ്. അപ്പം എന്താ അത് പ്രശ്നമല്ലേ? അത് അനുമോള് ചെയ്തുകൊണ്ടാണോ പ്രശ്നം, അല്ലെങ്കിൽ അത് ഒരു സഹോദരി എന്നുള്ള രീതിയിലാണോ കൊടുത്തത്? അതായിരിക്കും പ്രശ്നമല്ലേ. ലൈക്ക് നമുക്ക് ബിൻസി കൊടുത്തതും പ്രശ്നമല്ല, അനുമോള് കൊടുത്തതും പ്രശ്നമല്ല. പക്ഷെ അനുമോക്ക് ബിൻസി കൊടുത്തത് പ്രശ്നമാണ്, പക്ഷെ അനുമോള് കൊടുക്കുമ്പോൾ അത് പ്രശ്നമല്ല. അതൊരു സിസ്റ്റർ സംഭവമാണ്, അല്ല സിസ്റ്റർ ബ്രദർ ബോണ്ടാണ്. ഇതിനെന്താ നിങ്ങൾക്കൊരു ഒന്നും പറയാനില്ലാത്തത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അടുത്തൊരു കളർ കാണിച്ചു തരാം. ഇത് പറഞ്ഞ അനുമോളാണ് ഫുഡിന്റെ കാര്യം പറയാൻ. അടുത്ത കാണിച്ചു തരാം. കുക്ക് ചെയ്യാൻ പറ്റാത്തൊരു പെൺകുച്ചാണ് കേട്ടോ. കുക്ക് ചെയ്യാൻ അറിയില്ലെന്നും പറയുന്നു, കുക്ക് ചെയ്യാൻ അറിയുമെന്നും പറയുന്നതിൽ ഏതാ വിശ്വസിക്കേണ്ടത്? ഇനി ഇന്ത്യയിൽ വീഡിയോ അല്ല ഞാൻ പറയാം. പിന്നെ അനുമോള് ചെയ്തൊരു കാര്യം എന്താ, ഞാൻ എന്നോട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, അതിൽ ഞാൻ ഒരു കാര്യം പറയാം, ഒന്നല്ല 2 കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം, ഫുഡിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ ഒരു ഇഷ്യൂവിൽ ഞാൻ പ്ലേറ്റായിട്ട് അനുമോളുടെ അടുത്തേക്ക് പോയി. എനിക്ക് കുറച്ച് ചോറിട്ടെന്ന്, എന്നിട്ട് ഞാൻ അനുമോളോട് പറഞ്ഞ് ചോറ് ഇനിയും ബാക്കിയില്ലേ, കുറച്ചുകൂടി ഇട്ട് എല്ലാവർക്കും സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലേറ്റുമായിട്ട് പോകുന്നത് എനിക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞ ശേഷം അനുമോള് പറയുന്നത്, നിനക്കില്ലേ നീ പോകച്ചേ, നീ അതൊക്കെ കഴിച്ചാൽ മതി. എന്തോ അനുമോള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റേഷനാണെന്ന് അവളെ വിചാരം, നീ അത് കഴിച്ചാൽ മതി. ഷാനവാസ്ക്ക് അങ്ങക്ക് കുറച്ചുകൂടി ചോറ് വേണം. അതായത് ഷാനവാസ്ക്ക് ഓൾറെഡി ചോറ് കഴിച്ച് ഇനി സെക്കൻഡ് റൗണ്ടിന് ഷാനവാസ്കനോട് വേണോ ചോദിക്കുകയാണ് അനുമോള്. അപ്പോൾ ഷാനവാസ്ക പറയുന്നുണ്ട് എനിക്ക് വേണ്ട, എനിക്ക് വേറെ പറഞ്ഞു. പിന്നെയും ചോദിക്കുക ഷാനവാസ്ക കുറച്ചിടുന്ന്. അപ്പോൾ ഷാനവാസ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ചോദിച്ച സമയത്ത് എനിക്ക് തന്നില്ല, നീ അത്ര കഴിച്ചാൽ മതി, ഇനി നീ കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ തരാം, ഇപ്പം നിനക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഫുഡിൻ്റെ കാര്യത്തിൽ എന്നെ ഹേർട്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിച്ചൺ ടീമിൽ ശരത്തേട്ടൻ സെക്കൻഡ് വീക്ക് അനുമോളായിരുന്നു കിച്ചൺ ടീമിൽ കയറിയത്. അന്നായിരുന്നു അനുമോളെ അടുക്കള ഭരണം തുടങ്ങിയത്. ആ സമയത്ത് അനുമോള് പറഞ്ഞ് റനനെ ആ അടുക്കളേൻ്റെ പടിവാതിക്കൽ കയറ്റരുത്, ആ രീതിക്ക് സംസാരിച്ചു. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ലൈക്ക് അനുമോള് കിച്ചണല്ലല്ലോ, എല്ലാവരും കിച്ചണല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം അനുമോളെടുത്ത് അവിടെ ഇങ്ങനെ നോക്കി ഓളെ ട്രിഗർ ചെയ്യാൻ വേണ്ടി, അത് ഞാൻ ഉള്ള കാര്യം പറയാം, ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓളിങ്ങനെ നോക്കിന്ന്. അപ്പോൾ അനുമോള് കുറേ എന്നെ ഇങ്ങോട്ടേക്ക് പറയാൻ തുടങ്ങി, നീ ഒരു കൊച്ചാണോ, നിൻ്റെ വീട്ടുകാരൊക്കെ നീ ഉള്ളത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെയൊക്കെ നിൻ്റെ വീട്ടുകാർക്ക് എന്താ നിൻ്റെ വീട്ടുകാർ മറന്നും പോയല്ലോ, നിൻ്റെ വീട്ടുകാരൊക്കെ നിന്നെ എങ്ങനെ സഹിക്കുന്നത്, നീ എന്ത് പെങ്കൊച്ചാണ്, പണിയെടുക്കാൻ സമ്മതിക്ക്, നിനക്ക് ലേശം ഉളുപ്പില്ലല്ലോ, നീ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ്. ആ സമയത്ത് അപ്പം അവൾ എൻ്റെ വീട്ടുകാരെടുത്ത് ഇട്ടപ്പോഴാണ് ഞാൻ ചപ്പാത്തി കളിയാണോ എന്ന് പറഞ്ഞ് ഇതാക്കിയത്. അപ്പോൾ അനുമോൾ ഭയങ്കര റേസായി. അപ്പോൾ അനുമോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞതോ ഒന്നും പ്രശ്നമില്ല. ബിഗ് ബോസ് ഹൗസിൽ എന്താണ് അവിടെ ഉള്ള കണ്ടസ്റ്റൻറ്റിനെ ട്രിഗർ ചെയ്യണം, ട്രിഗർ ചെയ്തിട്ട് ഓരോ ഇങ്ങനെ ദേഷ്യം, ലൈക്ക് അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്.
പക്ഷേ ഇത് വീട്ടുകാരെ വിളിച്ചിട്ടുള്ള ട്രിഗറിങ് സംഭവമാണ് ആൾക്കാർക്ക് വേണ്ടിയെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടുകാരെയും കുടുംബക്കാരെയും അയൽവാസികളെയൊക്കെ വിളിച്ചിട്ടുള്ളതിന് വരാം. അങ്ങനെ വീട്ടുകാരെ വിളിച്ചിട്ടും വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് വീട്ടുകാരെ പ്രാഗിറ്റും എല്ലാം കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ട്രോഫി വാങ്ങിയിട്ടുള്ളായിരുന്നു വരാം. പക്ഷേ ഞാൻ കുറച്ചൊരു ഡിഗ്നിറ്റി കാണിച്ചതിനെ കൊണ്ട് അതിന് നിന്നില്ല. സോ ഇങ്ങനെയൊക്കെ വീട്ടുകാരെ പറയുന്നത്, നാട്ടുകാരെ പറയുന്നത്, പ്രാകുന്നത്, എപ്പോഴും കരഞ്ഞു ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനത്തെ ഒക്കെ കളിക്കുന്നത്, പിന്നെ കുറേ ഫേക്ക് അലിഗേഷൻ വെക്കുന്നത്, ഇതൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇത്രയും ഫേക്കായിട്ടുള്ള സംഭവങ്ങളാണ് വെള്ളപൂശി എടുത്തിട്ട് PR ടീം ഇത് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് ആക്കുന്നത്. ഇതാണ് ഞാൻ എഗെയിൻസ്റ്റായി നിന്നത്. അല്ലാതെ അനുമോള് പുറത്ത് എങ്ങനെയാണെന്നോ അനുമോളെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും പേഴ്സണാലിറ്റി, ചിലപ്പം നല്ല സ്വഭാവമായിരിക്കും, ഒന്നും അറിയില്ല. പക്ഷേ വാട്ട് എവർ ഷീ ഡിഡ് ഇൻ ദ ഗെയിം ഈസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ. അത് ഇപ്പം ഓക്കെ ട്രോഫി ഇട്ട് എനിക്ക് അസൂയാണെന്നോ കുശുമാണെന്നോ ജലസാണെന്നോ എന്ത് വേണേലും പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ സത്യങ്ങൾ ഇതൊക്കെയാണ്. ഇനിയും സത്യങ്ങൾ ഉണ്ടാവും, കുറേ കാര്യങ്ങൾ ഇനിയും എക്സ്പോസ് ആവാനുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി, വീഡിയോ ചെയ്യണമെന്ന് തോന്നി. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും അല്ലെങ്കിൽ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് വരണമെന്ന് തോന്നിയ ഒരാൾക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് എൻ്റെ ഒരു വിക്ടറി ആയിട്ട് എന്നോട് ഞാൻ കാണാം. സോ ഐ റിയലി വിഷ്ഡ് അനീഷേട്ടൻ ജയിക്കണമെന്ന്. പക്ഷെ എന്നാലും അനീഷേട്ടൻ ട്രോഫി പൊക്കിയിട്ടില്ലെങ്കിലും ആൾക്കാരെ മനസ്സിൽ വലിയൊരു ഇടം നേടി, വലിയൊരു സ്ഥാനം നേടി. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് ഈ പെട്ടെന്ന് എങ്ങനെ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന്. ഞാൻ ഒരു ഓഡിയൻസ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ നോക്കിയ സമയത്ത് അവിടെ ആ ഒരു ഫൈനൽ 5 ഏറ്റവും കൂടുതൽ ഡിസേർവിംഗ് ആയി തോന്നിയത്, ഏറ്റവും അടിപൊളിയായിട്ട് ഗെയിം കളിച്ചത് എനിക്ക് പേഴ്സണലി തോന്നിയത് അനീഷേട്ടനാണ്. അക്ബർക്കും ഒട്ടും മോശമല്ല. അക്ബർക്ക് ഒരു നല്ല കണ്ണിങ് പ്ലെയർ ആയിരുന്നു. അക്ബർക്കും അനുമോളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈവൻ നെവിൻ ഓൾസോ വാസ് എ വെരി ഗുഡ് ഗെയിമർ. ഷാനവാസ് ഖാനും ഇവരൊക്കെ നല്ല അടിപൊളി ഗെയിമേഴ്സ് ആയിരുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ എനിക്ക് പേഴ്സണലി ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ അനീഷേട്ടൻ്റെ സ്വഭാവമാണെങ്കിലും മൂപ്പരെ ഗെയിം ആണെങ്കിലും മൂപ്പരെ സ്ട്രാറ്റജി ആണെങ്കിലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട്. ആൻഡ് ഓൾസോ മൂപ്പരെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ ആരും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, ഫേക്ക് എലിഗേഷൻ വെച്ചിട്ട് ചീപ്പ് കോണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. ചീപ്പ് ഡ്രാമാസ് കുറച്ചുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതുപോലെ ചീപ്പായിട്ട് ഒരാളെ ഡീഗ്രേഡ് ചെയ്തിട്ട് എത്രത്തോളം താത്തി പറയാൻ പറ്റുന്നോ ആ രീതിക്കൊന്നും അനീഷേട്ടൻ കളിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ മൂപ്പരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈസ് വെരി ബ്രില്യൻറ്റ്. നല്ലൊരു മനുഷ്യനാണ്. എന്താ പറയുക, നിങ്ങൾ ചിലപ്പോൾ പറയും നല്ലൊരു മനുഷ്യനാണോ ബിഗ് ബോസ് ജയിക്കണം എന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ ഗൈസ്, ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് ജയിക്കണം, അതാണ് ഞാൻ പറയുന്നത്. ഈ അനീഷേട്ടൻ അത്രയും ഡിസേർവിംഗ് ആണ്. അനുമോളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഡിസേർവിംഗ് ആയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് കോണ്ടന്റ് കൊടുത്ത ഒരു വ്യക്തിയാണ് അനീഷേട്ടന്. എന്നിട്ട് പോലും ഈ PR കാരണം, അനുമോളുടെ ഈ ചീപ്പ് ഡ്രാമാസ് കാരണം, പിന്നെ മറ്റേ റീഎൻട്രി കാരണം അനുമോൾക്ക് കുറേ വോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ PR ടീമും ബാക്കി കാര്യങ്ങളൊക്കെ റീഎൻട്രി കാരണം മാത്രമാണ് അനുമോൾ ജയിച്ചത് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. വിച്ച് ഈസ് വെരി ഒബ്വിയസ്. കാരണം ആര്യനൊരു സീക്രട്ട് ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആര്യ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ആ വീക്കിൽ. പക്ഷെ എന്തുകൊണ്ട് ആര്യന് ഫൈനൽ 5 എത്തിയില്ല? എന്തുകൊണ്ട് ആ ഒരു റീസൺ കാരണം മാത്രം ആര്യൻ ജയിച്ചില്ല? അപ്പം ആ ഒരു റീഎൻട്രി എന്നൊരു റീസൺ കൊണ്ട് മാത്രം അനുമോള് ജയിച്ചതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് വെറുതെ ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കാനുള്ളൊരു വെറും കള്ളത്രം മാത്രമാണ്. ഈ വോട്ട് മറയ്ക്കുന്നതും പിന്നെ എന്താ പറയുക കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം അത് ഇതൊക്കെ ഈ PR ശ്രമിച്ച് ഞാൻ പറഞ്ഞില്ല, നാച്ചുറൽ ഓഡിയൻസും ഉണ്ട്, അല്ലാത്ത ഓഡിയൻസും ഉണ്ട്. പക്ഷേ ഈ PRും കുറേ ശ്രമിച്ചിട്ടുണ്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും കറുപ്പിക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്തിട്ട് ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ PR ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ കൂടി കാണിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഒരു കാര്യം കൂടി ഞങ്ങളോട് പറയാം, അതെനിക്ക് തോന്നിയ കാര്യമാണ് പറയണമെന്ന്. ആരൊക്കെ അനുമോളെ പറ്റിയിട്ടുള്ള കുറ്റം പറയുന്നോ അല്ലെങ്കിൽ അനുമോളെ ഗെയിമിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നോ അല്ലെങ്കിൽ അനുമോളെ റിയാലിറ്റി
കാണിക്കാൻ ശ്രമിക്കുന്നു. ഓരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുള്ളൂ. പക്ഷെ ആരൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, ആരും അനുമോളെ കൂടെ നിന്നിട്ടുണ്ടോ, അവരൊക്കെ ഇപ്പം ഭയങ്കര പോസിറ്റീവാണ്. എക്സാമ്പിൾ തന്നെ കാണാം. ഇപ്പം ഈ ലക്ഷ്മി ആയാലും മസ്താനി ആയാലും അഭിലാഷ് ചേട്ടൻ, നോണിയൽ ചേട്ടന്, ഇവരൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്തതാണ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്നും. ഈവൻ ദോ ഇവർ എഗെയിൻസ്റ്റ് ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ പോയതിന് ശേഷം ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്ത് വന്നതിന് ശേഷം അവർക്ക് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. ഭയങ്കര പോസിറ്റീവ് വെച്ചാൽ അനുമോൾക്ക് കിട്ടേണ്ട ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ രീതിക്കുള്ള അക്സെപ്റ്റൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വിച്ച് ഈസ് വെരി ഒബ്വിയസ്. കാരണം ഞാൻ അനുമോളെ കൂടെ കുറച്ച് കാലം നിന്ന സമയത്ത് എനിക്ക് ഭയങ്കര കുറേ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുകയും ഈ പെണ്ണിനെ വെറുത്ത് ഇപ്പം സ്നേഹിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ ഞാൻ അന്നും നിന്നത് സെയിം രീതിക്കാണ്, പിന്നെ അനുമോളെ കൂടെ കൂടിയപ്പോഴും നിന്നത് സെയിം രീതിക്കാണ്. അപ്പം അങ്ങനെ അനുമോളെ കൂടിയ ആൾക്കാരൊക്കെ കുറേ നന്നായി പോയിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ആൾക്കാർക്ക് ഇഷ്ടം വന്നിട്ടുണ്ട്. പക്ഷെ ആരൊക്കെ അനുമോളെ പറ്റിയിട്ട് ഒരു വാക്ക് ലൈക്ക് ഓരോ ഗെയിം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ, ഈവൻ ആദില നൂറയ്ക്ക് വരെ ഹെയ്റ്റ് കൂടെ നടന്ന അവർക്ക് രണ്ടുപേർക്കും വരെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഹെയ്റ്റാണ് കിട്ടിയത്. അതും ഒരൊറ്റ റീസൺ കൊണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ ഗെയിം സ്ട്രാറ്റജി പാളിയ രീതിക്ക്. സോ ആരൊക്കെ അനുമോളെ എഗെയിൻസ്റ്റ് നിൽക്കുന്നോ ഓരൊക്കെ PR വലിച്ച് കയറിയിട്ടുള്ളൂ. പിന്നെ ന്യൂട്രലായി നിൽക്കുന്നവർക്ക് പിന്നെ ഒന്നുമില്ല. ഓക്കെ, നല്ലതല്ല ദോഷമില്ല, ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ല. സോ അത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ദാറ്റ് ഈസ് ഹൗ ദീസ് പീപ്പിൾ ആർ ഡൂയിങ്. അപ്പം അതും ഭയങ്കര ഒരു എന്താ പറയുക ബിറ്റർ ട്രൂത്താണ്. ഇനി ഈ വീഡിയോ കാണിക്കാം. അനുമോൾ എല്ലാവരും പിച്ച് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അനുമോളുടെ കൂടെ അല്ലായിരുന്നു നിങ്ങൾ അനുമോൾ എല്ലാവരും പിച്ച് ചെയ്യുന്നു. എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനുമോൾ ഒരു 50 ദിവസം 60 ദിവസം എവിക്റ്റായിട്ട് നാണം കിട്ട് എവിക്റ്റായിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയതാരാണ്. ഓക്കെ, സോ ഇതിൽ വിനുചേട്ടൻ പറയാതെ തന്നെ പറയുന്നുണ്ട് അനുമോള് അവിടെ കളിച്ച ചീപ്പ് ഡേർട്ടി ഗെയിമിനെ പറ്റിയിട്ട്. അതായത് ഒരാളെങ്ങനെയാണ് 50 ദിവസം അല്ലെങ്കിൽ 60 ദിവസം നിന്ന് നാണം കെട്ട് കരിയറും നശിപ്പിച്ചിറങ്ങുക, ഒരു കയ്യിലിരിപ്പ് കാരണമുള്ള അങ്ങനെ ഇറങ്ങാൻ പറ്റാം. സോ നമ്മൾ നല്ലപോലെ നിൽക്കുകയാണ്. ഇപ്പോൾ സാബുമാന് എത്ര അടിപൊളിയായിട്ടാണ് ഹൗസിൻ്റെ ഉള്ളിൽ ആർക്കും ഒരു ഹേർട്ടും ഒന്നും ചെയ്യാതെ PR ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. സാബുമാന് ഇല്ലാതെ അവിടെ നിന്നത്. സാബുമാന് ഹെയ്റ്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ആരും പിച്ച് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. 62 ദിവസം കഴിഞ്ഞ് നിന്നിട്ടുള്ളെങ്കിലും സാബുമാന് നല്ല പോസിറ്റീവായിട്ടാണ് സാബുമാൻ ഇറങ്ങിയത്. പക്ഷെ എന്തുകൊണ്ടാണ് സ്വന്തം PR ആയിട്ടുള്ള വിനു തന്നെ ഇങ്ങനെ പറയുന്നത്? ലൈക്ക് അനുമോൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അനുമോൾ എല്ലാവരും പിച്ച് ചീന്തിയിട്ട് അനുമോൾ നാണം കിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും റീസൺ ഉണ്ടാവണ്ട. അപ്പോൾ അനുമോൾ ഇങ്ങനെ ആണെന്ന് ആൾക്കറിയാം. സോ അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വിനു നിന്നു ആൻഡ് അത് സക്സസ് ആയി. സോ ആളെ വായന തന്നെ പറയാതെ പറയുന്നുണ്ട് അനുമോള് ഞാനില്ലെങ്കിൽ നാണം കെട്ട് 50-60 ദിവസത്തിനുള്ളിൽ ഇറങ്ങിയതിനൊന്ന്. സോ ഇവരെന്നാണ് സത്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാൻ ശ്രമിക്കുന്നത്. ഇനി നാളെ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പോസ് ആവില്ലോ എന്നൊന്നും എനിക്കറിയില്ല. എനിവേസ് ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് വീഡിയോ. ഇനിയും അനുമോളിയും ഇവരെയൊക്കെ കുറേ സ്ഥലത്തൊന്നും കാണാനുള്ളതുമാണ്, സംസാരിക്കാനുള്ളതുമാണ്, എല്ലാമാണ്. ഞാൻ അനുമോൾ എന്ന വ്യക്തിനെയല്ല ക്വസ്റ്റ്യൻ ചെയ്തത്. അനുമോൾ അവിടെ കളിച്ച ഡേർട്ടി ഗെയിമിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. അനുമോൾ എന്ന വ്യക്തിനെ എനിക്ക് പേഴ്സണലി ഒരു പരിചയമില്ല. എനിക്ക് അവളെങ്ങനെയാണെന്ന് പോലും അറിയില്ല. ഇൻ ഫ്യൂച്ചർ അറിഞ്ഞ് കൂടെ നിന്ന് മനസ്സിലാക്കി നല്ല സ്വഭാവമാണെങ്കിൽ ഞാൻ അത് നല്ലത് തന്നെ പറയും. പക്ഷേ ഞാൻ ഇപ്പോഴും ഐ എം എഗെയിൻസ്റ്റ് ഹർ ഗെയിം. ഐ എം ടോട്ടലി എഗെയിൻസ്റ്റ് ഹർ ഗെയിം ആൻഡ് ഷീ ഈസ് നോട്ട് എ ഡിസേർവിങ് കണ്ടസ്റ്റൻറ്റ്. ഈ ഇയർ ഇതിപ്പോൾ അനുമോൾ പെണ്ണായതുകൊണ്ട് മാത്രമല്ല കേട്ടോ. അനുമോൾ ആണായിരുന്നെങ്കിലും ഈ അനുമോൾ കളിച്ച ഡേർട്ടി ഗെയിം അനീഷേട്ടനാണ് കളിച്ചതെങ്കിലും ഞാനത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യായിരുന്നു. അത് ഈ പെണ്ണ് ആണ് വ്യത്യാസത്തിലല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ പ്ലീസ് ഡോണ്ട് സേ പെണ്ണുങ്ങളെ ശത്രുക്കൾ പെണ്ണുങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ പെണ്ണുങ്ങളെ ശത്രു അനുമോള് ആയിരിക്കും. അനുമോളായിരിക്കും പെണ്ണുങ്ങളെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത്. കാരണം അനുമോളും കുറേ ഗേൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാൻ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ അറിയും. സോ എനിക്ക് ഇത്രയുള്ളൂ പറയാനുള്ളത്. ഇഫ് യു ഹാവ് എനി എക്സ്പ്ലനേഷൻ ഫോർ ദീസ് കള്ളത്രം ആൻഡ് എവറിത്തിങ് ജസ്റ്റ് ടെൽ. നിങ്ങൾ എന്നെ വിമർശിച്ചോ, നിങ്ങൾ എന്നെ സൈബർ അറ്റാക്കിങ് ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പം കാണിച്ചതിനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ഉണ്ടെങ്കിൽ അതും കൂടി പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ വലിയൊരു സിനിമ ആക്കാനോ സീരിയൽ ആക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല.
ഇത്രേ ഉള്ളൂ. ഞാൻ ഇനി ഇത് കടിച്ച് തൂങ്ങിയിട്ട് ഒരു കണ്ടന്റും ചെയ്യുന്നില്ല. എൻ്റെ പണ്ടത്തെ വ്ളോഗായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. സോ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇന്നല്ല, ഈ ചാപ്റ്റർ ക്ലോസ്ഡ്. ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. ദാറ്റ്സ് ഇറ്റ്. ആൾക്കാർക്ക് കണ്ട് ബോറടിച്ചിട്ടുണ്ടാവും. സോ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എനിവേസ് നിൻ്റെ യൂഷ്വൽ വ്ളോഗ്സും ട്രാവൽ വ്ളോഗ്സും എല്ലാം ആയിട്ട് വരാം. ആൻഡ് ഓൾസോ ഈ വീഡിയോ ഇട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുറയുമെന്ന് എനിക്കറിയാം. ഫോളോവേഴ്സ് ഓൾറെഡി കുറയുന്നുണ്ട്. പക്ഷെ നോ, അങ്ങനെ പോകുന്നവരാണ് പോട്ടെ. ലൈക്ക് തുമ്മിയാ തെറിക്കുന്ന മൂക്കാണ് പോട്ടെ എന്ന് വെക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.